ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പായസമായിരിക്കും അല്ലേ പാലട. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പാലട. നമ്മൾ സദ്യക്കൊക്കെ കിട്ടുന്ന നല്ല കുറുകിയ പാലട അടിപൊളിയല്ലേ. അപ്പോൾ നമ്മൾ ഇന്നൊരു പാലട പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ ആക്ച്വലി ഈ പാലട ഉണ്ടാക്കാൻ ഇങ്ങനെ ഇരുന്ന് കുറുക്കി ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്, നമുക്ക് മടുത്തു പോവുകയും ചെയ്യും. അപ്പം ഒരു കുറുക്കലും ഇല്ലാതെ ഒരു ഇളക്കലും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് പാലട ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു വലിയ കോഫി മഗ്ഗില് ഒരു ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്, ഒരു മഗ് പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മെഷറിംഗ് കപ്പ് 1 കപ്പ് അല്ല കേട്ടോ, ഒരു വലിയ കോഫി മഗ്ഗില് ഒരു മഗ് പാല്. പിന്നെ പഞ്ചസാര, എനിക്കൊക്കെ ചായക്ക് പോലും അത്യാവശ്യം നല്ലോണം മധുരം വേണ്ട ആളാണ്. പിന്നെ ഈ പായസത്തിലും എന്തിലാണെങ്കിലും എനിക്ക് ഈ ഉപ്പിന്റെയും മധുരത്തിന്റെയും അളവ് പറയുന്നത് ചെറിയൊരു കൺഫ്യൂഷൻ ആട്ടോ. ഞാൻ എങ്ങനെയാ എടുക്കുന്നതെന്ന് പറയാം. നമ്മുടെ ഇവിടെയൊക്കെ എല്ലാവർക്കും ഭയങ്കര മധുരം ഇഷ്ടമല്ല, എന്നാ ആവശ്യത്തിന് മധുരം വേണേനും കുറവ് പാടില്ല. അങ്ങനെയാണ്, നമ്മളൊരു മീഡിയം മധുരത്തിന്റെ ആൾക്കാരാണ്. കാരണം വല്ലാണ്ട് മധുരം ഉണ്ടായാലും നമുക്ക് മത്ത് പിടിച്ച പോലെ പോലെ കഴിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് പിന്നെ അങ്ങ് മടുക്കും. അതുകൊണ്ട് നമുക്കൊരു മീഡിയം മധുരത്തിന്റെ ആൾക്കാരാണ്. അപ്പൊ നമ്മള് ഈ ഒരു കപ്പില്, ഞാൻ പറഞ്ഞില്ലേ ഒരു വലിയ കോഫി മഗ്ഗിൽ ഒരു മഗ് പാലിന് ഇതാ കണ്ടോ, ഇത് ചെറിയൊരു കപ്പിൽ ഒരു 3/4 കപ്പ് പഞ്ചസാര. ഞാനിപ്പോ ഇത് എടുത്തിട്ടുള്ള അളവ് പറയുകയാണെങ്കിൽ, ഒരു ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 4.5 ടേബിൾ സ്പൂൺ മധുരം എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1.5 കഷ്ടി 2 പിടി അട, നമ്മള് മറ്റേ ഇൻസ്റ്റന്റ് അടയല്ല, നമ്മൾ വെറും അടയായിട്ട് വാങ്ങുമല്ലോ ആ അട, ഒരു കഷ്ടി 2 പിടി 1.5 പിടി അത്രേ ഉള്ളൂ നമ്മളിങ്ങനെ എടുക്കുമ്പോ അത് എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് നല്ലൊരു ഫ്ലേവർ തരും, അപ്പം നെയ്യ് എടുത്തിട്ടുണ്ട്. ആകെ ഇത്രയും കാര്യങ്ങളെ ആവശ്യമുള്ളൂ. പിന്നെ അപ്പം നിങ്ങൾക്ക് മധുരം അധികം വേണമെങ്കിൽ കൂട്ടിയിട്ടോളൂ കേട്ടോ. അത് എന്താ പറയാ, നമ്മുടെ ഇഷ്ടമാണല്ലോ, ഓരോരുത്തർക്കും മധുരം എത്ര, ഇനിയിപ്പോ എത്ര വേണ്ട വെച്ചാൽ കുറച്ചിടൂ. അങ്ങനെ ആ ഒരു മധുരത്തിന്റെ അളവ് അതനുസരിച്ച് മാനേജ് ചെയ്തോളൂ. ചിലർക്ക്, കാരണം ഞാൻ പിന്നിപ്പിനി പറയാൻ കാരണം എന്താ വെച്ചാൽ ചിലർക്ക് നല്ലോണം മധുരം വേണ്ടി വരും. ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ഇതേപോലെ എന്റെ പുഡിങ്ങോ പായസമോ എന്താ എനിക്ക് ഓർമ്മയില്ല, കുറച്ച് മുന്നെയാ. അത് കഴിച്ചിട്ട് ദൈവമേ എനിക്ക് തല ഇറങ്ങുന്ന പോലെ പോയി, അത്രയും മധുരമായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവിടെ ഉള്ളവർക്കൊക്കെ, ഒരു വീട്ടിൽ പോയപ്പോഴാണ്, അവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര മധുരം വേണം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ഇപ്പൊ പറയുന്നത് നോർമൽ ഒരു മീഡിയം മധുരത്തിന്റെ കണക്കാണ് പറയുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് പെട്ടെന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മേക്ക് ഷുവർ നമ്മൾ കുക്കർ നല്ലോണം കഴുകിയിരിക്കണം. എൻ്റെ അമ്മയൊക്കെ കുക്കർ, അതായത് പായസം ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ സ്പെഷ്യൽ അങ്ങോട്ട് വെക്കും. എന്നാൽ പിന്നെ അതിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ കഴുകി വെച്ചാൽ. മറ്റേ നമ്മൾ ഈ സാമ്പാറോ പുളിങ്കറിയോ ഒക്കെ ഉണ്ടാക്കുന്ന കുക്കറാവുമ്പോഴേ അതിന്റെ വല്ല റിമൈനിങ്സ് അബദ്ധത്തിലെങ്ങാനുണ്ടെങ്കിൽ പാലല്ലേ കേടുവരുമല്ലോ. അപ്പൊ ഞാൻ ഒന്നും കൂടെ നല്ലോണം കഴുകിയെടുത്തതാണ്. അപ്പൊ കുക്കർ വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ, ഞാൻ തീ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് എടുത്തു വെച്ച പാല് ട്രാൻസ്ഫർ ചെയ്യാം. പാലൊഴിച്ചു. ഇനി അടുത്തത് നമുക്ക് പഞ്ചസാര ഇട്ടു. ഞാൻ മല്ലി ഒരു കഷ്ടി ഒരു 2 ഇതാ ഇങ്ങനെ കണ്ടുവോ, ഒരു 1.5 പിടി അടയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതും ഇട്ടു. പിന്നെ എടുത്തു വെച്ച നെയ്യ്, കുറച്ച് നെയ്യ് മതി കേട്ടോ, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ നെയ്യും കൂടെ ഇട്ടിട്ട് ഇനി നമുക്ക് തീ ഓൺ ചെയ്യാം. തീ ഓൺ ചെയ്ത് കുക്കർ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതില് നമുക്കിത് പാല് തിളച്ചു തുടങ്ങുമ്പം ഇതിലങ്ങനെ ചെറുതായിട്ട് ആ ഒരു ആവീൻ്റെത് വരുമല്ലോ, ആ ആവിയുടെ അങ്ങനെ ഞാൻ കാണിച്ചു തരാം. ആ ഒരു ജസ്റ്റ് ഇത് വരുമ്പം നമുക്ക് വെയിറ്റ് ഇടാം. അപ്പൊ അത്ര നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ കണ്ടുവോ, അവിടുന്ന് ഇങ്ങനെ പിരിപിരിന്ന് വരാൻ തുടങ്ങി. ആ സമയത്ത് നമുക്ക് വെയിറ്റ് ഇട്ടിട്ട് നല്ലോണം സിമ്മിലേക്ക് ആക്കിയിട്ട് വെക്കാം. ഇത് വിസിൽ വരരുത്, നല്ലോണം സിമ്മിലേക്ക് ആക്കിയിട്ട് ഞാൻ സേ ഒരു 20 to 30 മിനിറ്റ്സ് നമുക്കിങ്ങനെ വെക്കാം. പക്ഷേ നമ്മൾ വിസിൽ വന്നു പോവരുത്.
അപ്പം അങ്ങനെ വിസിൽ വരുന്നുണ്ട് തോന്നിയാൽ വേഗം ഓഫ് ചെയ്തിട്ട് വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, ഈ ഭാഗത്തു കൂടെ കുറച്ചിങ്ങനെ തെറിക്കുകയൊക്കെ ചെയ്യും. അത് കാര്യമാക്കണ്ട, നമ്മൾ വിസിൽ വരാൻ പാടില്ല, അത്രേ ഉള്ളൂ. അതൊന്ന് നോക്കിയാൽ മതി. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു എളുപ്പമുണ്ട് അല്ലേ. മറ്റേത് നമ്മളിങ്ങനെ കുറുക്കി 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 എത്ര ടൈം എടുക്കും ആ ഒരു കുറുകിയ പായസം കിട്ടണമെങ്കിൽ. എന്തായാലും വെയിറ്റ് ചെയ്യൂ, എങ്ങനെയാണ് ലാസ്റ്റ് ലുക്ക് എന്നുള്ളത് നമുക്ക് നോക്കാം. ആയിട്ടില്ല, എന്തായാലും നമുക്കിത് ഒരു 20 to 30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ ആവി മൊത്തം പോയി നല്ലോണം. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് നല്ലോണം കുറുകി വരിക. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു 20 to 30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഓഫ് ചെയ്യുന്ന ടൈമിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആ കുക്കറിന് നല്ല മണം വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. ആ ഒരു പാലടേൻ്റെ ആ കുറുകിയൊരു മണം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പം എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ ഉണ്ടാക്കണ വെച്ചാൽ ഇപ്പം നമ്മൾ സിമ്മാക്കുകയാണെങ്കിൽ സിമ്മാക്കാൻ നേരം ആകുമ്പോൾ മാത്രം സിമ്മാക്കിയാൽ മതി. ഓഫ് ചെയ്യാനായാലും ജസ്റ്റ് ഓഫ് ചെയ്ത് വെക്കുക, അതിൻ്റെ മേലെ തന്നെ ഇരുന്നാലും കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്, ഞാനിപ്പം കാനഡയിലാണ്, ഇവിടെ ഇലക്ട്രിക് ഓയിൽ ആണ്. അപ്പം എനിക്ക് ആദ്യം ഇത് അറിയില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം നമ്മളിവിടെ പാല് കാച്ചിയപ്പോൾ നമ്മൾ നാളത്തെ പോലെ ജസ്റ്റ് ഓഫ് ചെയ്തു. പക്ഷെ എന്താ, കംപ്ലീറ്റ് തിളച്ച് മറിഞ്ഞ് കംപ്ലീറ്റ് അങ്ങ് പോയി. അപ്പം ഞാൻ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയാം കേട്ടോ, അല്ലെങ്കിൽ ഇലക്ട്രിക് ഓയിൽ അടുപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരോട് പറയാണ്, സിമ്മാക്കുന്നതിൻ്റെ, അതായത് ഗ്യാസ് സ്റ്റൗ സിമ്മാക്കാനുള്ള ടൈമിന്റെ കുറച്ച് മുന്നേ തന്നെ ഇത് സിമ്മാക്കണം. അതേപോലെ ഓഫ് ചെയ്യാനാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിൽ വിസിൽ പോകാൻ പാടില്ല, അതായത് ആവി പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ടൈം ആയാലും ഇപ്പോൾ ഈ 20 to 30 മിനിറ്റ്സ് ആയാലും ഓഫ് ചെയ്തിട്ട് ഇത് കുക്കറൊന്ന് മാറ്റി വെച്ചേക്കും. മറ്റേത് എന്താണെന്ന് വെച്ചാൽ ഇരുന്നിട്ട് എന്താ പറയുക, ഈ ഇലക്ട്രിക് ഓയിൽ സിമ്മാവാൻ ടൈം എടുക്കും, അതായത് അതിൻ്റെ ചൂട് കുറയാൻ ടൈം എടുക്കും. അപ്പോൾ ആവി പോവും, അതുകൊണ്ടാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തേ ഉള്ളൂ, അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു 20-25 മിനിറ്റ്സ് ആയിട്ട് നല്ലോണം കുക്കായിട്ട് തോന്നുന്നു. നമുക്ക് ഏതായാലും ഇത് ഓഫ് ചെയ്തിട്ട് ഞാൻ കുക്കർ മാറ്റി വെക്കാൻ പോവാണേ. എന്നിട്ട് അതിൻ്റെ ആവി കംപ്ലീറ്റ് പോയി സെറ്റ് ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ഹാഫ് ആൻ അവർ, 20 minutes to half an hour എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇരുന്ന് കുറുകിക്കോളും. ഓക്കെ, അപ്പം അത് അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അല്ലേ. അത് നമുക്ക് വെയിറ്റ് മാറ്റാം, എന്നിട്ട് തുറന്നു നോക്കൂ. നല്ല പിങ്ക് കളറിൽ, നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കളറ് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല പിങ്ക് കളറിൽ നല്ല കൊഴുത്ത പാലട, നല്ല മണമുണ്ട് കേട്ടോ, കണ്ടോ. അപ്പം ഇനി നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ കുറുകിയ പാലട റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒട്ടും ഇളക്കിയിട്ടില്ല, നമ്മൾ കുറേ നേരം എന്താ പറയുക അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് വെയിറ്റ് ചെയ്തു. നമ്മൾ എന്താ പറയുക നമ്മുടെ വെയിറ്റ് ഇട്ടിട്ടും അതേപോലെ വെയിറ്റ് ഇടുന്നതിൻ്റെ മുമ്പേ ആ ആവി വരാനായിട്ട് നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്തു. വെയിറ്റിംഗ് ടൈം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൈ വേനിക്കേണ്ട പണി ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണേ, ശരിക്കും ഈ പാലട ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതിന് ആദ്യം അട വേവിക്കണം, പിന്നെ പാല് കുറുക്കി കുറുക്കി ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഈ അട ഇടണം, പഞ്ചസാര ഇടണം, അങ്ങനെ സ്റ്റെപ്സ് ഒരുപാടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്യൂ, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ.